ഉഷ്ണതരംഗ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും ഉയർന്ന താപനിലയും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും മൂലമുള്ള അത്യുഷ്ണം അനുഭവപ്പെടും. അതിനാൽ സംസ്ഥാനത്താകെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തൊഴിൽ സമയം പുനഃക്രമീകരിച്ചു. പുറത്തിറക്കിയ ഉത്തരവ് കർശനമായി നടപ്പിലാക്കണം. അതിനാവശ്യമായ പരിശോധനകൾ നടത്തേണ്ടതാണ്. അതിഥി തൊഴിലാളികളിലേക്കും മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. വ്യാപാര കേന്ദ്രങ്ങളിലും മാർക്കറ്റുകളിലും വായുസഞ്ചാരം, കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അതില്ലാത്ത ഇടങ്ങളിൽ കടകളിലെ തൊഴിലാളികളുടെ ഉൾപ്പെടെ സുരക്ഷ മുൻനിർത്തി ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. ഹോട്ടലുകളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ടാക്സി തൊഴിലാളികൾക്ക് ഹോട്ടലുകളിൽ വിശ്രമിക്കാനുള്ള സൗകര്യമൊരുക്കാൻ നിർദ്ദേശം നൽകണം. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കണം. ഓൺലൈൻ വിതരണ തൊഴിലാളികൾക്ക് അവരുടെ സംഭരണ കേന്ദ്രങ്ങളിലും ഭക്ഷണ വിതരണക്കാർക്ക് റെസ്റ്റോറൻറ്റുകളുടെ സമീപത്തായും തണലോടുകൂടിയ വിശ്രമ സൗകര്യം ഒരുക്കാൻ നടപടി സ്വീകരിക്കണം. തൊഴിലാളികൾക്ക് യൂണിഫോമിൽ ഉൾപ്പെടെ ഇളവുകൾ നൽകാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉടമകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. ചുട്ടുപൊള്ളുകയാണ് കേരളം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിരവധി പേർക്ക് സൂര്യതാപമേറ്റു. വണ്ടൂരിൽ 4 വയസ്സുകാരിക്കാണ് സൂര്യതാപമേറ്റത്. വണ്ടൂർ സ്വദേശി ഇസ ജോണിനാണ് മുറ്റത്ത് കളിക്കുന്നതിനിടെ ശരീരത്താകെ പൊള്ളലേറ്റത്. അതിനിടെ കോഴിക്കോട് വളയത്ത് അങ്കണവാടി അധ്യാപികയ്ക്കും സൂര്യതാപമേറ്റു. അധ്യാപികയുടെ വലത് കൈത്തണ്ടയിലാണ് പൊള്ളലേറ്റത്. കൂത്താട്ടുകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിക്കും സൂര്യതാപമേറ്റു. 2 കൈകളിലും കഴുത്തിലും ഗുരുതര പൊള്ളലേറ്റിട്ടുണ്ട്. കണ്ണൂരിൽ സൂര്യതാപമേറ്റ് യുവാവ് മരിച്ചിരുന്നു. പള്ളിപ്പൊയിൽ സ്വദേശി MV സനൽകുമാറാണ് മരിച്ചത്. കിണർ പണിക്കിടെ ഇന്നലെയാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല.